ബീഹാറിൽ ബി ജെ പിയുടെ വിജയം ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി പടരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. പ്രധാനമന്ത്രി തന്നെ പറയുകയുണ്ടായി, കേരളം ഉൾപ്പെടെയുള്ളിടത്ത് ഇനിയും ഊർജം പകരും. അതിനകത്ത് എനിക്കൊന്ന് ബംഗാളാണ് ഇനി ഇവർ ഉന്നം വയ്ക്കുന്നതല്ലേ? ബംഗാൾ അവരുടെ രാജ്യത്തിന് മുമ്പേ ഉണ്ട്. പക്ഷേ ബംഗാളികളുടെ പ്രശ്നം വരുത്തിക്കൊണ്ട് ചിരുന്ന 10-25 ദിവസം അവിടെ തന്നെ ഇരിക്കുന്നുള്ളൂ. ആദ്യം കോൺഗ്രസിന് അണ്ടറിലായിരുന്നു, പിന്നെ CPM അണ്ടറിലായിരുന്നു, പിന്നെ തൃണമൂലിന് അണ്ടറിൽ. പ്രത്യേകിച്ച് ഒരു ഗുണം നാടിന് കിട്ടിയിട്ടില്ല. നാട് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ എല്ലാം അണ്ടറിൽ. ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ അവിടെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നല്ലോ കുറേ കാലം. പിന്നെയാണ് 1911 മറ്റേ ഡൽഹിക്ക് മാറ്റുന്നത്. ആ ഗുണം പോലും ഇപ്പോൾ അവർക്കില്ല. ഉള്ളത് അംബാസിഡർ കാരണം കമ്പനി വരെ അടച്ചു പൊട്ടിപ്പോയി. ടാറ്റ അവിടെ കമ്പനി തുടങ്ങാൻ തുടങ്ങിയപ്പോൾ ടാറ്റ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ സ്ഥലമാണ് ഈ ബംഗാൾ. അവിടെയാണ് ബി ജെ പി കഴിഞ്ഞ തവണ അധികാരം പിടിക്കുമെന്ന് പറഞ്ഞ് നടന്ന അവിടെ. പക്ഷേ തോറ്റ് കഴിഞ്ഞാൽ ഈ പരിപാടി നിർത്തി പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ബംഗാൾ ഇലക്ഷൻ നടന്ന സമയത്ത് റിപ്പബ്ലിക്കിലെ ചർച്ചയിൽ ഞാനും പ്രശാന്ത് കിഷോറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അർണവ് തോൽവി സമ്മതിച്ചു. BJP തോറ്റല്ലോ, പ്രശാന്ത് ജയിച്ചു. അതായത് പ്രശാന്താണ് അന്നത്തെ സമയത്ത് മമതയുടെ പ്രധാന ഉപദേശകൻ. അപ്പം പക്ഷേ BJP അവിടെ രണ്ടാം സ്ഥാനത്ത് ശക്തമായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. താഴെത്തട്ടിലോട്ട് സംഘടിതമായ പ്രവർത്തനം ശക്തമായി നടക്കുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള ഈ പറഞ്ഞ തൃണമൂൽ ഈ പറഞ്ഞ ചില തൃണമൂൽ അലയൻസിൻ്റെ ഉള്ളിലേക്ക്, അതായത് തൃണമൂൽ ജനങ്ങൾ തമ്മിൽ ബന്ധത്തിലേക്ക് ഇടിച്ചു കയറാൻ അവർക്ക് പറ്റും. അപ്പം ജനങ്ങളുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് BJPക്ക് ഇടിച്ചു കയറാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരു ഭരണകക്ഷി എന്ന രീതിയിൽ വരാൻ പറ്റുള്ളൂ. അപ്പം ബീഹാറിലെ വിജയം ആ രീതിയിൽ അവർക്കൊരു ധൈര്യം പോലും എന്നുള്ളതാണ്. പിന്നെ കേരളം എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കേരളം അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഒരു 10 സീറ്റെങ്കിലും ഇവർ പിടിക്കണം. ഇവർ പിടിക്കുമോ? രാജീവ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവരുടെ സ്വഭാവം അനുസരിച്ചിട്ട് ലോക്സഭയുടെ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് ലോക്സഭ നോക്കണ്ട, നിയമസഭ നോക്കാം. അല്ല, ഈ 10 സീറ്റ് വരെ പിടിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ രാജീവ് അതിനുള്ള പണിയെടുക്കുന്നുണ്ട്. പക്ഷേ അറിയാൻ പറ്റില്ല, ഈ പാർട്ടിയല്ലേ മൊത്തം കിടന്ന് വലിക്കും. അല്ല, ഇത്തവണ നേടാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, വലിയ തിരിച്ചടിയായി. അതാണ് ഞാൻ പറഞ്ഞത്. 10 വരെ നേടാം അവർക്ക്. രാജീവ് അതിന് വേണ്ടി കളിക്കുന്നുണ്ട്. അതിൻ്റെ എഫക്റ്റ് നമുക്ക് പഞ്ചായത്ത് ഇലക്ഷനെ അറിയാൻ പറ്റും. രാജീവിൻ്റെ നമ്മൾ പറഞ്ഞത് തന്നെ രാജീവ് എന്തെങ്കിലും വലിയ മായാചാരം കാണിക്കുന്നത് ഇനി പറയുന്നതിന് അർത്ഥമല്ല. കാരണം ഇലക്ഷൻ വരട്ടെ. അപ്പം അതുകൊണ്ട് കേരളത്തിൽ എളുപ്പമൊന്നുമല്ല. പിന്നെ കോൺഗ്രസ്സുകാർക്ക് എവിടുന്നോ ഒരു ഊർജ്ജം വീണ്ടും കിട്ടിയതുപോലെ ഉണ്ട്. ഇപ്പം പണ്ടത്തെ ഒരു അടിയില്ല, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് രംഗത്തുണ്ട്. തിരുവനന്തപുരത്ത് മുരളീധരൻ നയിക്കുന്നു. കോൺഫിഡൻ്റ് ആയിട്ട് രംഗത്തുണ്ട്. എവിടെ നിന്നൊക്കെ പൈസ എഴുതുന്നെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പാവം. ബേസിക്കലി കേരളത്തിലെ തൊഴിലാളി വർഗം കോൺഗ്രസ്സുകാരാണ്. CPM-കാരെയും BJP-കാരെയും അതിൽ പൈസ ഉണ്ട്. കോൺഗ്രസ്സുകാർ ബേസിക്കലി പാവങ്ങളാണ്. പക്ഷേ ഇപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ പൈസ ഉണ്ട്. എൻ്റെ മകൾ 2 തവണ മത്സരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ വീട് വിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അടുത്തവണ ഞാൻ ഇനി മത്സരിക്കേണ്ടെന്ന് തോന്നുന്നതാണ്. ഈ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പം ഇതിനോടൊപ്പം തന്നെ കേരളം, അതുപോലെ തന്നെ തമിഴ്നാടും ആസാമിലും തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് നമ്മളോടൊപ്പം ഉള്ളത്. ആസാം ഒരു കൂടെ തന്നെ നിൽക്കും. തമിഴ്നാടിൽ എങ്ങനെ പറയാൻ പറ്റില്ല, വിജയുടെ ഒരു ഫാക്ടർ അവിടെ ഉണ്ട്. വിജയ് ഫാക്ടർ എങ്ങനെ കളിക്കുന്നത്, ഈ വിജയ് അണ്ണാമലയിൽ നമ്മൾ സഖ്യം വരുമെന്ന് അറിയില്ല. അണ്ണാമലേനെ പോലെ നേതാവ് ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരു കാര്യമൊന്നുമില്ല. ജയലളിതനെ കൂടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്ഥിതി മെച്ചപ്പെടുത്താം. അണ്ണാമലയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് നയിക്കാനുള്ള ശേഷിയുള്ളൂ അവിടെ. അണ്ണാമലയെ തൽക്കാലം ഇപ്പം കുറച്ച് ഡിസാറ്റിസ്ഫൈഡ് ആണെന്നാണ് അടുത്തൊരു ഇൻ്റർവ്യൂ ഒക്കെ വായിച്ചപ്പം തോന്നിയത്. അപ്പം വിജയും അണ്ണാമലയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു, പക്ഷേ പ്രശ്നം കീരിയും പാമ്പും കൂടി ഒരു കൂട്ട് പോകുമോ? BJP പറഞ്ഞത് നേരെ ഓപ്പോസിറ്റാണ് വിജയ് പറയുന്നത്. രണ്ടുപേരുടെയും താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്. രണ്ടുപേരുടെ ഫണ്ടേഴ്സും വ്യത്യസ്ത താല്പര്യങ്ങളുള്ളവരാണ്. വിജയ് ഈ പറയുന്നതിൻ്റെ എന്നെ ശുദ്ധീകരിക്കാൻ തുടങ്ങിയ സ്വാഭാവിക BJP-യുടെ ഫണ്ടേഴ്സ് ഇങ്ങനെ പിടിക്കില്ല, വിജയനെ പിടിക്കില്ല. ഇനി വിജയ്ക്കാണെങ്കിലോ അവരെയും പിടിക്കില്ല. കാരണം വിജയ് സെക്യുലർ നിലപാടുകൾ എടുക്കുന്ന ആളാണ്. അപ്പോൾ വിജയുടെ പിന്നെ അങ്ങനെ ഒരു ലോബി കൂടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. ഇവർ എത്രത്തോളം മുന്നോട്ട് പോകും. അതല്ലെങ്കിൽ നില മെച്ചപ്പെടുത്തുന്നേ ഉള്ളൂ. വിജയും കൂടി ഇവരും കൂടി വന്നത് അലയൻസ് നല്ലതായി കഴിഞ്ഞാൽ നല്ലതായി. തമിഴ്നാടും നല്ലതാണ്, നാട്ടുകാർക്ക് നല്ലതാണ്. തമിഴ്നാട് ഇപ്പോഴും വലിയ രീതിയിൽ അഴിമതിയുള്ള സ്ഥലമാണ്. ഈ ബംഗാളിലെ ഈ സമഗ്ര വോട്ടർ പട്ടിക കൂടി വരുമ്പോൾ അത് മമതയെ ഒന്നുകൂടെ അസ്വസ്ഥതപ്പെടുത്തും. നോക്കട്ടെ. നമ്മൾ പലതും അസ്വസ്ഥപ്പെടുത്താതെ ഇമ്മീഡിയറ്റ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ബംഗ്ലാദേശുകാർ ബംഗാളികളാണ്, ബംഗ്ലാദേശുകാരാണ്. ഈ തമിഴന്മാർക്ക് തമിഴന്മാരായിട്ടുള്ള ബന്ധം പോലെയാണ് ബംഗ്ലാദേശികളും ബംഗാളികളും തമ്മിലുള്ള ബന്ധവും. അങ്ങനെ ബന്ധം അവരൊക്കെ ഉണ്ട്. പക്ഷേ ബംഗാളി ബായി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുസ്ലിം അതിലെ തലവെട്ടി കളയുന്ന ആളുകൾക്ക് ഇവിടെ അറിയില്ല. ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളാണ് ഇപ്പോൾ ഏറ്റവും തീവ്രവാദികളായി ഭാഗങ്ങളൊന്നും.
എന്നുവെച്ചാൽ അവിടെയുള്ള ഈ ജമാഅത്ത് ഇസ്ലാമി ടൈപ്പ് ഓഫ് മുസ്ലിംസ്. ഈ ബീഹാറിലെ ഫലം കൂടി വന്നു കഴിഞ്ഞപ്പോഴേ മോദിയുടെ ഒരു മോദി ഒന്നുകൂടെ വളരുകയാണ് അല്ലേ? അപ്പം മോദിയുടെ സ്വാഭാവിക വളർച്ച അതിൻ്റെ ഒരു പരമാവധി എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ മോഡി അടുത്ത ലോക്സഭാ ഇലക്ഷൻ 400 സീറ്റൊക്കെ നേടിക്കഴിഞ്ഞാൽ ഇത് ഫർദർ ഇമ്പ്രൂവ് ചെയ്തു എന്ന് പറയും. ഇതൊക്കെ എത്ര കണ്ട് എന്നാണ് മോഡി ചോദിക്കുന്നത്. അപ്പോൾ 75-ൽ വിരമിക്കുമെന്നൊക്കെ പറഞ്ഞ് ചിലർ നടന്നല്ലോ, അവർക്കൊക്കെ ഉള്ള ഒരു തിരിച്ചടി കൂടിയാണത്. ഒരു റീപ്ലേസ്മെൻറ്റ് ചില ആളുകൾ അത്ര എളുപ്പം. ഇന്ദിരാഗാന്ധിനെ റീപ്ലേസ് ചെയ്യാൻ പാടായിരുന്നു, എന്നാൽ കോൺഗ്രസ് തകർന്നു പോയത്. കാരണം ആളുകൾ വിശ്വാസം ചിലർ നേടി. RSS അങ്ങനെ തന്നെ നിൽക്കും. അത് ആറ്റം ബോംബ് വീണാലും ചില ജീവികൾ ജീവിക്കുന്നു എന്നാൽ RSS നിൽക്കും. പക്ഷേ വേറെ ചില കാര്യങ്ങൾ അങ്ങനെയല്ല. വേറെ ചില കാര്യങ്ങൾ ഇപ്പം ചില നേതാക്കന്മാർ പോയി കഴിഞ്ഞാൽ വലിയ ഗ്യാപ്പായിരിക്കും. അവിടെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ വല്ലാത്ത അകത്തും പുറത്തും ഒരുപാട് ശത്രുക്കളെ നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അകത്തേക്കാട്ടും കൂടുതൽ ഇപ്പം പുറത്താണ് ശത്രുക്കൾ. ഒരാളുടെ അകത്തായിരുന്നു ശത്രുക്കൾ കൂടുതൽ, ഇപ്പം പുറത്താണ് ശത്രുക്കൾ കൂടുതൽ. ആ സമയത്ത് മോഡിനെ പോലെ ഡിസൈസീവ് ആയിട്ടുള്ള എന്നാൽ സോബറായിട്ടുള്ള നേതാവ് തന്നെ വേണം. അവസാനത്ത് ഇപ്പോൾ അമിത്ഷാ പോലും സ്യൂട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമിത്ഷാ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കേരളത്തിലെ ആണ് അതിശക്തമായിട്ട് നരേന്ദ്രമോദി പറയുന്നത്. അല്ല, കേരളം മൂപ്പരുടെ വീക്ക്നെസ് ആണ്. ഇന്ത്യയിൽ ഒരേ സ്ഥലത്താണ് ഇൻ്റലക്ച്വൽ പൊളിറ്റിക്സ് ഉള്ളൂ. അത് കേരളത്തിലാണ്. മുപ്പൊക്കെ മാറിയില്ല, മുമ്പായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ നല്ല കമ്പ്യൂട്ടർ ഒട്ടിയാൽ മാറ്റി വോട്ട് ചെയ്യുന്ന ആളുകളാണ്. പിന്നെ BJP വോട്ട് ചെയ്യാൻ നാണക്കേടാന്ന് ഹിന്ദുക്കൾക്ക് കൂടെ തോന്നലുള്ളതുകൊണ്ടാണ് കേരളത്തിൽ BJP വോട്ട് ഇട്ടാത്തത്. കേരളം എന്താ വീക്ക്നെസ് ആകാൻ അങ്ങനെ? ഈ ഇൻ്റലക്ച്വൽ രാഷ്ട്രീയമുള്ള ഒരേ സ്ഥലം കേരളത്തിൽ, ഇന്ത്യയിൽ കേരളമാണ്. യൂറോപ്യൻ ടൈപ്പ് ഓഫ് പൊളിറ്റിക്സ് ഉള്ള ഒരേ സ്ഥലം. അപ്പോൾ കേരളം പിടിക്കാന്ന് വെച്ചാൽ ഇൻ്റലക്ച്വലി നേടുന്ന വിജയമാണ്. ഇൻ്റലക്ച്വലി ഉള്ള വിജയമാണ് നിലനിൽക്കുള്ളൂ. മറ്റേതൊക്കെ കാറ്റിന് പറന്നു പോകും. അതുകൊണ്ടാണ് BJP ബുദ്ധിമുട്ടാണ്. BJP വോട്ട് ചെയ്യാൻ നിങ്ങളെപ്പോലെ ഹിന്ദുക്കൾക്ക് അറിയാൻ മടിയാണ്. പിന്നെ സുരേഷ് ഗോപി കിട്ടിയാൽ നോക്കണ്ട. താമരയ്ക്ക് വോട്ട് ചെയ്യാൻ ഒരു അവേഷനുണ്ട്, എന്നാൽ കോണിക്ക് വോട്ട് ചെയ്യാൻ ഈ അവേഷൻ ഇല്ല. അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇപ്പോൾ ബീഹാറിൽ ഉണ്ടായിരിക്കുന്ന ഈ കാറ്റ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കും? ചെറിയ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവും, 2%. ഇവിടെ അവരുടെ കാൻഡിഡേറ്റ്, അവരുടെ പെർഫോമൻസ്, അവരുടെ തമ്മിലടിയും ഒക്കെയാണ് ഫാക്ടർ. അപ്പം അവർ സ്ഥിതി മെച്ചപ്പെടുത്തും, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ വലിയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. BJP ആയതുകൊണ്ട്. കേരളത്തിലെ BJP ഇപ്പോൾ അത്ര ഡിസിപ്ലിൻഡ് അല്ല. രാജീവിനെ അവർക്ക് ഉള്ളൊരു കണ്ണെടുത്ത കണ്ടുകൂടാ. നേതാക്കന്മാർക്ക് ലോക്കൽ നേതാക്കന്മാർക്ക് മാത്രമല്ല, ഈ നേതാക്കന്മാരുടെ പെട്ടിയെടുപ്പുകാർക്കും രാജീവിനെ കണ്ണെടുത്ത കണ്ടുകൂടാ. അപ്പം അതുകൊണ്ട് പറയാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറത്ത് രാജീവിൻ്റെ ബിസിനസ് തന്ത്രങ്ങൾ ജയിക്കണം, എങ്കിൽ മാത്രമേ സ്കോപ്പുള്ളൂ. മനസ്സ് BJP 10 സീറ്റൊക്കെ നേടിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വോട്ട് ചെയ്യും, എനിക്കറിയാം. പക്ഷെ 10 സീറ്റ് കിട്ടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ വന്നിക്കണേ, നിങ്ങൾ അയ്യപ്പന് മാത്രമല്ലേ നിങ്ങൾ താമരയ്ക്ക് വോട്ട് ചെയ്യുള്ളൂ. നിങ്ങൾ ഭയങ്കര സെക്കുലറാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.